കൊച്ചിയിൽ ആ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് അത്. ഏറ്റവും 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 ഒടുവിലത്തെ ദൃശ്യമാണ് പ്രേക്ഷകർ അത് കാണുന്നത്. ഇത് 25 ഡിഗ്രി ഈ കപ്പൽ ചെരിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അത് കാണുന്നത്. അവിടുത്തെ 24 പേരിൽ അതിൽ 21 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ബാക്കി 3 പേരുടെ കാര്യം കൂടി അല്പസമയത്ത് നമുക്ക് അറിയാം എന്നാണ് പ്രതീക്ഷ. ഒരുപക്ഷെ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവണം. നേരത്തെ കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ ഡിഫൻസ് PR നമ്മളോട് സംസാരിച്ചു, കമാൻഡർ അതുൽ പിള്ള. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന അതിൽ കുടുങ്ങിയിരിക്കുന്ന അതിലുള്ള ആൾക്കാരെ, അതിൻ്റെ ക്രൂരെ രക്ഷപ്പെടുത്താനാണ് പ്രയോറിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പ്രകാരം ആ രക്ഷാദൗത്യമാണ് ഏറ്റവും ഒടുവിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതിന് കാരണം അതീവ പ്രക്ഷുബ്ധമാണ് കടൽ. അതുപോലെ തന്നെ അവിടുത്തെ വെളിച്ചം പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വെളിച്ചം പൂർണ്ണമായി അത് പ്രതികൂല സാഹചര്യത്തിലേക്ക് പോയാൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്തുക, അതിനുശേഷം ഈ മറിയുന്ന കപ്പൽ നേരെയാക്കി നിർത്തുക. ഈ കപ്പൽ പൂർണ്ണമായി മറിഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പ്രശ്നം ഉണ്ടാക്കും എന്ന് നേവിയും പറയുന്നുണ്ടായിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, എനിക്ക് തോന്നുന്നു ഇത് ആദ്യ സമയത്തുള്ള, എന്തായാലും ഇപ്പോഴത്തെ ദൃശ്യങ്ങളാവില്ല, ആദ്യ സമയത്തുള്ള ദൃശ്യങ്ങളാണ്. ഇതിൽ നിന്നും എത്രത്തോളം കൂടുതൽ ഈ കപ്പൽ കമന്നിട്ടുണ്ട് എന്നറിയാൻ കഴിയും വിഷ്ണു? അശ്മി, ഇത് ആദ്യ സമയം പുറത്തു വന്ന ദൃശ്യങ്ങളാണ്. കപ്പൽ മറിയുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ചെരിയുന്ന ഘട്ടത്തിൽ ഉണ്ടായ ദൃശ്യങ്ങളാണ്. പക്ഷെ അതിനുശേഷം വീണ്ടും കടൽ പ്രക്ഷുബ്ധമാകുകയും ആ കപ്പൽ കൂടുതൽ ചരിയുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ നിന്ന് തന്നെ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് അധികം ഒരു 40 ഡിഗ്രി 45 ഡിഗ്രിയൊക്കെ ആണെങ്കിൽ ഏറ്റവും ഒടുവിൽ അത് 28 ഡിഗ്രിയിലേക്ക് എത്തിയെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിച്ചിട്ടുള്ള വിവരം. അതിൽ 21 പേരെയോളം രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇനിയും ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്താണ് ഞാനിപ്പോൾ ഉള്ളത്. കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്താണ് ഇതിന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഏകോപിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു അല്പസമയം വിവരമറിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ കോസ്റ്റ് ഗാർഡ് ജെട്ടിയിൽ നിന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെ കോസ്റ്റ് ഗാർഡിന്റെ തന്നെ ഹെലികോപ്റ്ററും പുറപ്പെട്ടത്. നേവിയുടെയും ഷിപ്പ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇവിടെ 2-3 ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ കോസ്റ്റ് ഗാർഡിന്റെ DIG അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് വരികയാണ്. ഇവരുടെ സുപ്രീം അതോറിറ്റി മുംബൈയിലാണുള്ളത്. അപ്പോൾ മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരിക എന്നുള്ളതാണ് അല്പസമയം മുമ്പ് നമ്മൾ അവരുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച വിവരം. എന്തായാലും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട്, അണ്ടർ കൺട്രോൾ എന്നാണ് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നത്. ഈ സൾഫറിന്റെ ഒരു വളരെ കുറഞ്ഞ എമൗണ്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അംശമുള്ള ഒരു വസ്തുവാണ്, ഈ കെമിക്കലാണ് കലർന്നത് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത്രത്തോളം ഡേഞ്ചറസ് ആകാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സൾഫറാണ്, അതുകൊണ്ട് അതിൻ്റെതായ ആശങ്കയുണ്ട്. അല്പസമയം മുമ്പ് കോസ്റ്റൽ പോലീസ് അടക്കമുള്ള ആളുകൾ ഈ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അതെന്താണ് എന്ത് ആശയവിനിമയമാണ് നടത്തിയതെന്ന് അറിയില്ല. ഒരു പക്ഷേ ഈ സുരക്ഷാ മാർഗങ്ങൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുലർത്തുന്നതിന്റെ ഭാഗമായി വിളിച്ചു വരുത്തിയതാകാനുള്ള സാധ്യതയുണ്ട്. അവർ തിരിച്ച് ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ ഒരുപക്ഷെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനാണ് കൂടുതൽ സാധ്യത. കൊച്ചിയാണ് ഏറ്റവും 74 കിലോമീറ്ററാണ് കൊച്ചിയിൽ നിന്ന് ദൂരമുള്ളത്. ഈ കിലോമീറ്റർ കണക്കിൽ 74 കിലോമീറ്ററാണ് ദൂരമുള്ളത്. 38 നോട്ടിക്കൽ എന്ന് പറയുമ്പോൾ 74 കിലോമീറ്റർ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എപ്പോൾ എത്തും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. രക്ഷാപ്രവർത്തനം ഇനിയും പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാകുന്ന ഘട്ടത്തിലായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക. അസാധാരണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരുപക്ഷെ കേരള തീരത്ത് ഇതിനു മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത, നമ്മൾക്കാർക്ക് പരിചിതമില്ലാത്ത തരത്തിലുള്ളൊരു നടപടിയാണ്. പക്ഷേ നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ഒക്കെ വളരെ ക്വിക്കായി തന്നെ ആക്ട് ചെയ്തു. അത് ആ ഘട്ടത്തിൽ ആ ഒരു പശ്ചാത്തലത്തിലാണ് 21 പേരെയും നമുക്ക് പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ആയത്. അവരുടെ ഒരു കൃത്യമായ ഇടപെടലുണ്ട്. ബാക്കി 3 പേരെ കൂടി റെസ്ക്യൂ ചെയ്തിട്ടുണ്ടാവണം ഈ സമയം കൊണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇതിൽ 9 പേർ ആദ്യം തന്നെ അവിടെ നിന്ന് ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്നാണ് അവരുടെ തന്നെ റിലീസിൽ പുറത്തു വന്നത്. അതിനുശേഷം ബാക്കിയുള്ള ആളുകളെ ആണ് രക്ഷപ്പെടുത്താൻ, അതിലൊരു 10ഓളം ആളുകളെ നേവി രക്ഷപ്പെടുത്തി. 3 പേരുടെ കാര്യത്തിലാണ് ഏറ്റവും അവസാനം ഡിഫൻസ് PR ഒരു ആശങ്ക പറഞ്ഞത്. പക്ഷേ അവരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തി കാണണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പറയുന്ന സാഷ തുടങ്ങിയ കപ്പലുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 24-ൽ 21 പേരെ രക്ഷപ്പെടുത്തി. ബാക്കി 3 പേരും സ്വാഭാവിക രക്ഷപ്പെട്ടുണ്ടാകണം. അതിൻ്റെ ഒരു ഫൈനൽ സ്ഥിരീകരണം വരുന്നു. ഇപ്പോൾ വരുന്ന ഡിഫൻസിൽ നിന്ന് വരുന്ന ഒരു വാർത്താക്കുറിപ്പ് ഒരു അറിയിപ്പ് ഇങ്ങനെയാണ്: മെഡിക്കൽ അസിസ്റ്റൻസ് ഈസ് കറന്റ്ലി ബീയിങ് പ്രൊവൈഡഡ് ടു സെവറൽ ക്രൂ മെമ്പേഴ്സ് എബോർഡ് അത് കോസ്റ്റ് ഗാർഡ് വെസൽ. രക്ഷപ്പെടുത്തിയവർക്ക് മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നു. കൊച്ചിയിൽ നിന്ന് 74 കിലോമീറ്റർ അകലെയാണ്. ആലപ്പുഴയിൽ നിന്ന് 62 കിലോമീറ്റർ അകലെയാണ്. കൊല്ലത്ത് നിന്ന് 104 കിലോമീറ്റർ അകലെയാണ്. എന്തായാലും ഈ 3 തീരദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ജാഗ്രത, കൂടുതൽ നിരീക്ഷണമൊക്കെ. അപ്പോഴും പറയാനുള്ളത്, ഏതെങ്കിലും തരത്തിൽ കരക്കടിഞ്ഞ് എന്തെങ്കിലും കാർഗോ കൊണ്ടാൽ ഒരു കൗതുകത്തിനും തൊട്ട് നോക്കുകയോ ചെയ്യരുത്. ഏതെങ്കിലും എണ്ണപ്പാടയോ വല്ലതും പടർന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും അതുമായി എൻഗേജ് ചെയ്യരുത്. പോയി തൊട്ട് നോക്കുകയോ അടുത്ത് പോവുകയോ ചെയ്യരുത് എന്ന കാര്യം കൃത്യമായി തന്നെ പറയുന്നു. അത് ജാഗ്രത പറയുകയാണ്, അത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഭയക്കണം എന്ന് പറയുകയുമല്ല.